ആറളം ഫാം പുനരധിവാസ മേഖലയിലെ ഭൂമി ഭൂരഹിതർക്ക് നൽകുന്നതിനുള്ള നറുക്കെടുപ്പ് കണ്ണൂരിൽ നടന്നു. 137 കുടുംബങ്ങൾ നറുക്കെടുപ്പിൽ പങ്കെടുത്തു. ഓരോ കുടുംബത്തിനും ഒരേക്കർ ഭൂമിയാണ് നൽകുക. ആലക്കോട്, ഉദയഗിരി, നടുവിൽ, ചെറുപുഴ, കോളയാട്, പേരാവൂർ, മാങ്ങാട്ടിടം, കണ്ണൂർ കോർപ്പറേഷൻ, ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റി, ഉളിക്കൽ, ആറളം, കണിച്ചാർ, പാട്യം, മട്ടന്നൂർ നഗരസഭ എന്നിവിടങ്ങളിലെ 0 മുതൽ 5 സെന്റ് വരെ ഭൂമിയുള്ള 37 കുടുംബങ്ങളാണ് നറുക്കെടുപ്പിൽ പങ്കെടുത്തത്. ഓരോ കുടുംബത്തിനും ഒരേക്കർ ഭൂമിയാണ് നൽകുക. ആറളം പുനരധിവാസ മിഷന്റെ ഭാഗമായി റദ്ദാക്കിയ ഭൂമി പുനർവിതരണം ചെയ്യുകയായിരുന്നു. 5 ഘട്ടങ്ങളിലായി 3375 കുടുംബങ്ങൾക്ക് ഭൂമി അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 1746 കുടുംബങ്ങൾ അനുവദിച്ച സ്ഥലത്ത് താമസിക്കുന്നില്ലെന്ന് ഫീൽഡ് സർവേയിലൂടെ കണ്ടെത്തിയിരുന്നു. ഇതിൽ 1017 പേരുടെ പട്ടയം ജില്ലാ കളക്ടർ നേരത്തെ റദ്ദാക്കുകയും ചെയ്തു. ഇതിൽ നിന്നും ഏറ്റവും വാസയോഗ്യമായ 220 പ്ലോട്ടുകൾ തെരഞ്ഞെടുത്താണ് നറുക്കെടുപ്പിലൂടെ വിതരണം ചെയ്തത്. മുൻപ് അനുവദിച്ച സ്ഥലത്തുനിന്നും 121 പേർ പ്ലോട്ട് മാറി താമസിക്കുന്നുണ്ട്. 250ഓളം ഉപകുടുംബങ്ങളും പുറമേ നിന്നുള്ള 93 പേരും കയ്യേറി താമസിക്കുന്നുമുണ്ട്. ഇവർക്ക് ഭൂമി അനുവദിക്കുന്നതിനുള്ള സർവേ നടപടികൾ പുരോഗമിക്കുകയാണ്. നറുക്കെടുത്ത പ്ലോട്ടുകൾ പട്ടയം തയ്യാറാക്കി വിതരണം ചെയ്യാനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് ITDP പ്രൊജക്ട് ഓഫീസർ വിനോദ് കുമാർ പറഞ്ഞു. ഇതിനുശേഷം വീട് നിർമ്മിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കും. ആനയുടെ ആക്രമണം ഒഴിവാക്കുന്നതിനുള്ള മതിൽ നിർമ്മാണവും ഉടൻ പൂർത്തിയാക്കും. ഡെപ്യൂട്ടി കളക്ടർ KC ഷാജി, അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ K ബിന്ദു, സബ് കളക്ടർ ഓഫീസ് സീനിയർ സൂപ്രണ്ട് K നിസാർ, TRDM ആറളം സൈറ്റ് മാനേജർ C ഷൈജു എന്നിവർ നറുക്കെടുപ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.